ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് LDC, LGS മുതലായ പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്ര പദവിയിൽ ഉള്ള വനിതകളെക്കുറിച്ച് നോക്കാം. മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി വനിത KR ഗൗരിയമ്മ. പ്രോടൈം സ്പീക്കറായിട്ടുള്ള ആദ്യ വനിത റോസമ്മ പുന്നൂസ്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ആദ്യ വനിത KO ആയിഷ ഫായ്. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആനി മസ്ക്രിൻ. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ. ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ആദ്യ വനിത അന്ന ചാണ്ടി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ടുള്ള ആദ്യ മലയാളി വനിത KK ഉഷ. ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ്. സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ബാലാമണിയമ്മ. JC ഡാനിയേൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ വനിത PT ഉഷയാണ്. അതേപോലെ കേരളത്തിലെ ആദ്യ വനിതാ DGP, കേരളത്തിലെ ആദ്യ വനിതാ ഇൻ്റലിജൻസ് ചീഫ്, ആദ്യ മലയാളി വനിതാ IPS ഓഫീസർ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം R ശ്രീലേഖ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിത MD വത്സമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ വനിത KC ഏലമ്മ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത KM ബീനാബോൺ. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി. ഗവർണറായ ആദ്യ മലയാളി വനിത തമിഴ്നാട് ഗവർണറായിട്ടുള്ള ഫാത്തിമ ബീവിയാണ്. മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത അൽഫോൺസാമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത കൂടിയാണ് അൽഫോൺസാമ. തമിഴ്നാട് DGP ആയിട്ടുള്ള ആദ്യ മലയാളി വനിത ലളിത ശരൺ. ഉർവശി അവാർഡ് നേടിയ മലയാളി സിനിമ അഭിനേത്രിയാണ് ശാരദ. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ വനിതകൾ ചരിത്ര പദവിയിൽ പ്രവേശിച്ച ഇവരെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.